ഹായ് ഫ്രണ്ട്സ്, സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ആയാലോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് ഉണ്ടാക്കുന്നൊരു ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് കേട്ടോ. അത് 1/2 കിലോ ചിക്കനാണ്. അടുത്തതായിട്ട് നമുക്ക് ചിക്കനിലേക്ക് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം. അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ തേങ്ങ വേണം. അത് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ. പിന്നീട് അതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, രുചി കൂടും കറിക്ക്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം. ഓവർ ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. നല്ല ചുവന്ന കളറിൽ വരുന്നവരെ നമ്മളത് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ തീ ഓഫാക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അത് കരിയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അല്പം പെരുംജീരകം കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിലിട്ടുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത് നമുക്കത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാനത് അമ്മിയിൽ വെച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പം നല്ല രുചിയാണ്. മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അമ്മിയിൽ വെച്ചിട്ടാണ് ഞാൻ അത് അരയ്ക്കുന്നത്. അപ്പോൾ അരച്ചിട്ട് വരാം നമുക്ക്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ വെക്കേണ്ട പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിന് ശേഷം ഒരു 8-9 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. സവാള എടുത്താലും മതി, ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ചെറിയുള്ളിക്കാണ് സവാളയേക്കാളും രുചി ഉണ്ടാവുക ചിക്കൻ കറിക്കൊക്കെ. അപ്പോൾ
2 പച്ചമുളക് എടുക്കണം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി, അല്പം കൂടെ കറിവേപ്പില ഇടുക. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുക. അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ അത്യാവശ്യം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണേ. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് എല്ലായിടത്തും ഈ മസാല പുരളുന്നത് വരെ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം ചേർക്കണം എന്നില്ല, കാരണം ചിക്കൻ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ അത് വേവും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എത്ര വെള്ളം ഉണ്ട് നോക്കുക. ഒരു തുള്ളി വെള്ളം നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ അരച്ച അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അരപ്പിന് തന്നെ നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എത്ര വെള്ളം വേണമെന്നെങ്കിൽ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കത് ചിക്കനിലേക്ക് ഒഴിച്ച് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിയാൽ മതിയേ. അല്പം കൂടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഞാൻ നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. കറിവേപ്പില കറിയിൽ കൂടുതൽ ചേർത്താൽ അതിനേറെ രുചി ഉണ്ടാവുമല്ലോ.
അപ്പോൾ നമ്മളെ ചിക്കൻ കറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടും കൂടെ ചെയ്താൽ സംഭവം കഴിഞ്ഞു കേട്ടോ. നല്ല ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൂട്ടത്തിൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ബൈ.